ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അത് ഉദ്ദിഷ്ട കാര്യം സാധിച്ചിട്ട് പണിക്ക് പോകും. നമ്മൾ കാണുന്നുണ്ടല്ലോ റോമ 9:6 അതാണ് പറയുന്നത്, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല അല്ലേ. നമ്മൾ കാണുന്നത് ഏശയ്യ 55:10 അല്ലേ. എന്താ കാണുന്നത്? മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു. പിന്നെ എന്താണ് 55:10 വായിച്ച്? ഏശയ്യ 55:10. എന്താ ഇതിന്റെ അർത്ഥം? തമ്പുരാന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും നിരാശപ്പെടേണ്ടി വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം വചനം ദൈവമാണ്. വചനം ദൈവമാണ് അല്ലേ. എന്താണ് വചനം? വചനം ദൈവമാണ്. യോഹന്നാന്റെ 1:1 നമ്മളിത് കാണുകയാണ്. ആദിയിൽ ഉള്ള വചനം, ദൈവത്തോട് കൂടെയായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം. അപ്പൊ ആ വചനം നിഷ്ഫലമാകില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തില് ഈ വചനമാണ് ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതും വിടുതൽ തരുന്നതും ഒക്കെ സൗഖ്യം തരുന്നതും ഒക്കെ ഈ വചനമാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഈ വചനത്തിന്റെ അഭിഷേകം നമ്മിൽ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വചനത്തോട് നമുക്ക് ബന്ധമുണ്ടാകണം അല്ലേ. വെളിപാടിന്റെ പുസ്തകത്തില് നമ്മൾ കാണുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ. വെളിപാടിന്റെ 1:3 എന്താ പറയുന്നത്? വെളിപാടിന്റെ 1:3 എന്താ അവിടെ? ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതരാണ്. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതിന് തൊട്ട് മുകളിൽ അതിനോട് വായിച്ച 2-ാമത്തെ വചനം വായിച്ച, അവൻ തന്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന് ഇത് വെളിപ്പെടുത്തി. അവൻ ദൈവവചനത്തിനും യേശുക്രിസ്തുവിന്റെ വെളിപാടിനും താൻ കണ്ട സകലത്തിനും ആയി. എന്തത്? താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി. എന്താ ഇതിന്റെ അർത്ഥം? അപ്പൊ ഈ പ്രവചനത്തിലെ വാക്കുകൾ എന്ന് പറയുമ്പോൾ വെളിപാടിന്റെ പുസ്തകത്തിൽ മാത്രമാണോ? അല്ല, താൻ കണ്ട സകലത്തിനും. യോഹന്നാൻ കണ്ടതും കേട്ടതും തൊട്ട് അറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതും അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. അപ്പൊ വിശുദ്ധ ഗ്രന്ഥത്തിലെ മുഴുവൻ വചനത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ വെളിപാട് 1:3 പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എബ്രായർ 4:12 നമുക്കറിയാലോ. എന്താണ്? അത് സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി വിവേചിക്കുന്നതുമാണ്. ഹല്ലേലൂയ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ദൈവവചനത്തിന്റെ അഭിഷേക ശക്തിയാണ് ഓരോ കൂട്ടായ്മയിലും വിടുതൽ നൽകുന്നത്, സൗഖ്യം നൽകുന്നത്. കാരണം എന്താ? കാരണം ഇവിടെ ഇവിടെ നോക്കി, അതാണ് കാരണം. ഇവിടെ ഇതോടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്റെ വചനം ആത്മാവും ജീവനുമാണ്. അതാണ് വിടുതൽ തരുന്നത് അല്ലേ. അത്ഭുതങ്ങള് പ്രവർത്തിക്കുന്നത് അല്ലേ. സൗഖ്യം നമുക്ക് തരുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ അഭിഷേക ശക്തിയാണ്. ഒത്തിരി
മാനസികവും ശാരീരികവുമായിട്ടുള്ള വിടുതൽ സൗഖ്യം കർത്താവ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ ശുശ്രൂഷയുടെ ആരാധനയിലും. അവനിൽ നിന്ന് ശക്തി പുറപ്പെടും കേട്ടോ. അവന്റെ നാമം വിളിക്കുന്നിടത്തൊക്കെ അവന്റെ സാന്നിധ്യമുണ്ട്. അവന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവനിൽ നിന്ന് ശക്തി. ലൂക്കാ 6:19 അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഒരു വ്യക്തിയെ പോലും ഒഴിവാക്കുന്നുണ്ടോ? അവിടെ എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു രോഗാവസ്ഥയിലായിരിക്കുന്ന വ്യക്തി, തകർച്ചയിലായിരിക്കുന്ന വ്യക്തി അല്ലേ കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് നിരാശയോടെ പോയിട്ടുണ്ടോ? വെറുങ്കയോടെ പോയിട്ടുണ്ടോ? ഒരു മനുഷ്യൻ മാത്രം പോയതായിട്ട് പറയുന്നുണ്ട് ലൂക്കാ 18. ധനികനായ മനുഷ്യൻ അല്ലേ, വേദനയോടെ തിരിച്ചു പോയി, വ്യസനത്തോടെ തിരിച്ചു പോയിന്ന് വിശുദ്ധൻ പറയുന്നുണ്ട്. അത് കർത്താവിന്റെ കുഴപ്പമല്ലല്ലോ അല്ലേ. അവന്റെ ദൈവം പണമായിരുന്നു, അതിൽ നിന്ന് പിടിവിടാൻ അവന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് വേദനയോടെ അവൻ തിരിച്ചു പോയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു അന്ത്യകാല ശുശ്രൂഷയിലാണ് നമ്മൾ ഭാഗമാക്കായിരിക്കുന്നത്. അന്ത്യകാല ശുശ്രൂഷ, അതിന്റെ എല്ലാ അടയാളങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലജ്ഞപരിപാടിന്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യം എന്താ പറയുന്നത്? അവിടെ എന്താ പറയുന്നത്? അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരുന്നു. ആരാണത്? വചനത്തിന്റെ മറ്റൊരു അഭിഷേക ശക്തി വരുന്നത്. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരുന്നു. അവന്റെ നാമം ദൈവവചനം എന്നാണ്. ഹല്ലേലൂയ. ഇത് ആരെ കുറിച്ചാ പറയുന്നത്? ആരെ കുറിച്ചാ? യേശുവിനെ കുറിച്ചാണ്. യേശുവിനെ കുറിച്ചാണ്. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരുന്നു. ഹല്ലേലൂയ. രക്തം മൂലം ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരുന്ന മേലങ്കി അഴിച്ചു മാറ്റാൻ കഴിയാതെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു കുഞ്ഞാടിന്റെ തോല് ഉരിഞ്ഞ് മാന്തി കീറിയെടുക്കുന്നത് പോലെ ഒരൊറ്റ വലിയ രക്തം മൂലം ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തന്റെ വസ്തു രക്തത്തിൽ മുക്കിയ മേലങ്കി അവൻ ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം ദൈവവചനമെന്നാണ്. ഹല്ലേലൂയ. മക്കളെ, അതുകൊണ്ട് ദൈവവചനം എന്നിലും നിങ്ങളിലും ഇല്ലെങ്കിൽ ഓർക്കുക, ഇത് അവസാന പുസ്തകത്തിന് അവസാന അധ്യായങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇനിയൊരു സംഭവം നമ്മുടെ മുമ്പിൽ തരാനില്ല കേട്ടോ. വറചട്ടിയിലിട്ട് യോഹന്നാനെ വറുത്തതാണ്, മരിച്ചില്ല, പിന്നെ എണീറ്റ് ഓടുക. എന്നിട്ട് എവിടേക്ക് വിട്ടു? ഹിംസ്ര ജന്തുക്കള് വസിക്കുന്ന മനുഷ്യവാസമില്ലാത്ത പാത്മോസ് ദ്വീപിലേക്ക് കൊണ്ടുവന്നിട്ടു. ഏഷ്യ മൈനറിലുള്ള എവിടെയാണ് ഇന്ന് തുർക്കി എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. ഈജിപ്തിന്റെ, സിറിയയുടെയും അതുപോലെ ജോർദാന്റെയൊക്കെ അടുത്തുള്ള രാജ്യം തുർക്കി. ഈ തുർക്കിയിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഏഷ്യ മൈനർ. ഈ തുർക്കിയിലാണ് ഈ സംഭവം. പാത്മോസ് ദ്വീപ് ഇന്നിപ്പോ ഡെവലപ്പായി അല്ലേ, മൊത്തം ഡെവലപ്പ്. അന്ന് റോമ ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിന്റെ അണ്ടറിലാണ് അല്ലെ. ഇന്നിപ്പോ പല ദ്വീപുകളും അമേരിക്കയുടെ അണ്ടറിലായിരിക്കുന്നത് പോലെ അന്ന് റോമ സാമ്രാജ്യത്തിന്റെ അണ്ടറിലാണ് പല ദ്വീപുകൾ. ഒരു മേൽപ്പോയ്മയിൽ ഇങ്ങനെ കൊടുത്ത് അല്ലേ അവര് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ ഒരു സംഭവമായിരുന്നു. അവൻ ചക്രവർത്തി മതപീഡനം നടക്കുന്ന സമയം അതികഠിനമായ പീഡനങ്ങൾ ഏൽപ്പിച്ചു. പക്ഷെ മരിച്ചില്ല. വറചട്ടിയിലിട്ടിട്ടും വറുത്തിട്ടും ഒന്നും സംഭവിച്ചില്ല. ശിശു അങ്ങോട്ട് വിട്ടത് എന്തിനു വേണ്ടിയാ മരിക്കാതിരുന്നത്? ഈ സന്ദേശം, ഈ വെളിപ്പെടുത്തല് നമുക്ക് നൽകാൻ വേണ്ടിയാണ് ദൈവം ഒരു ജീവൻ തിരിച്ചു കൊടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇവിടെ മക്കളെ, അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഓർത്തോളണം, ഇനി ഒന്നും വരാനില്ല. ഇതിനു മുമ്പ് ഇവര് മുമ്പൊന്നും വന്നിട്ടില്ല, ഇടയിലുമില്ല. അതുകൊണ്ടാണ് വചനം പറയുക, അവസാന അധ്യായത്തില് വചനം പറയുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു. 12-ാം വാക്യം 22, വെളിപാട് 22:12. ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്ക് അനുസരിച്ച് പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലത്തവനുമാണ്, ആദിയും അന്തവുമാണ്. ഹല്ലേലൂയ. എന്താ അതിന്റെ അർത്ഥം? എന്താ വചനത്തിന്റെ അർത്ഥം? ഞാൻ ആൽഫയും ഒമേഗയുമാണ്. എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാക്കങ്ങനെ? ആൽഫയും ഒമേഗയും എന്താ അതിന്റെ അർത്ഥം? ഗ്രീക്ക് അക്ഷരമാലയില് നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയുടെ ആദ്യത്തെ അക്ഷരം ഏതാ? അവസാനത്തെ അക്ഷരോ? സെറ്റ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവുമാണ് ആൽഫയും ഒമേഗയും. അതൊക്കെ മനസ്സിലാകുന്നത് എങ്ങനെയാ? ഒന്നാമനും ഒടുവിലത്തവനും അല്ലെ? ഒന്നാമനും ഒടുവിലത്തവനും, ആദിയും അന്തവും. അപ്പൊ അതിനു മുമ്പ് ആരും ഉണ്ടായിരുന്നിട്ടില്ല, അതിന് ഇടയിലും ആരും കടന്നു വന്നിട്ടില്ല. ഇനി ആരുമിട്ട് ഉണ്ടാവുകയുമില്ല. ഇനി ആരുമിട്ട് ഉണ്ടാവുകയുമില്ല. ഇത് ഒടുക്കത്തെ പുസ്തകമാണേത്? ഈ വെളിപാട് ഒടുക്കത്തെ പുസ്തകമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നമ്മൾ പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമാണ്? ജോലി പറഞ്ഞ കാട്ടാപ്പോകയായിരിക്കും, കാട്ടാപ്പോക. പിന്നെ ഒരു വെളിച്ചം കാണാൻ നമുക്ക് പറ്റത്തില്ല. അതിനുവേണ്ടി ഒരു ലാസ്റ്റ് വാണിംഗിന് വേണ്ടിയാണ് യോഹന്നാന് ജീവൻ കർത്താവ് തിരിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, അത് നമുക്ക് വേണ്ടിയാണ്. ഇന്ന് കർത്താവിനെ ആരാധിക്കാൻ ഈ സന്നദ്ധയിലായിരിക്കും നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിന്നിൽ വചനമില്ലെങ്കിൽ നീ ഓർത്തു കൊള്ളണം, നീ അന്ത്യവിധിക്ക് തയ്യാറായി നിന്നോ. വചനമില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര വചനം നമ്മുടെ ഉള്ളിലുണ്ട്? എത്ര വചനം നമ്മുടെ ഉള്ളിലുണ്ട്? എത്ര വചനമുണ്ട്? ചിലക്ക് തലയ്ക്ക് നട്ടപ്പുറം അടി കെട്ടി കഴിയുമ്പോഴാ വചനം ബൈബിൾ വായിക്കാൻ നമ്മൾ തുടങ്ങുന്നതല്ലേ. ഇപ്പൊ ജോസേട്ടൻ ബൈബിൾ മുഴുവൻ വായിച്ചു കഴിഞ്ഞു 2 മാസം കൊണ്ട് അല്ലേ? കഷ്ടതകൾ എന്ത് പറയണം? വചനം ഉള്ളിൽ കയറണമെങ്കിൽ കഷ്ടതകൾ എനിക്ക് ഉപകാരമായി. കണ്ടോ? അല്ലെങ്കിൽ ആ കാലം ഒടിയാൻ പാടില്ലേ? ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ജോസേട്ടൻ വീഴുന്നു, അതിന്റെ മുകളിലേക്ക് ബൈക്ക് വെന്നിയാടുന്നു, അതിന്റെ മുകളിലേക്ക് ചേച്ചി വന്ന് വീഴുന്നു. ചേച്ചി ഏറ്റവും മുകളിൽ ആള് പിടിക്കുക, 34 മുകളിലിരുന്നു. ഏറ്റവും അടിയില് എലി അടിച്ചിട്ട് ചാടി പോലെ കെട്ടിയൊക്കെ എടുക്കുന്നു. നോക്കിയ വേണമെങ്കിൽ 2 3 ഓടിച്ചോടിയാം. എന്നാൽ കർത്താവിന്റെ കരമാണ് മക്കളെ അവിടെ താങ്ങിയത്. കരം. നീ എന്തിനാ കൊച്ചു കൊടുപ്പാൻ കാലത്തെരിച്ച് ഈ ഓടുന്നത്? നീ എന്തിനാ കൊച്ചു കൊടുപ്പാൻ കാലത്തെരിച്ച് ഓടുന്നത്? കർത്താവിന്റെ കരമാ അവിടെ താങ്ങിയത്. അല്ലെങ്കിൽ ഒരു നിലവീഴ്ച പോരെ ആ ടാറിട്ട റോഡിലേക്ക് തല തല്ലിയ വീണെങ്കിലോ, ആ വീഴ്ച ചേച്ചി റോഡിലേക്കാ വീണെങ്കിലോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു ബൈക്ക് റോഡിൽ അവിടെ പറ്റിക്കുന്ന പുറകിരിക്കുന്നയാളെ കൂടെ പോകുന്നത്, ധരിച്ച് റോഡിലേക്കാ പോകുന്നത്. ആ റോഡ് എന്ന് പറഞ്ഞ empty റോഡല്ല, എപ്പോഴും ചിരിപ്പാഞ്ഞ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ്. ആലോചിച്ച് നോക്കി. കർത്താവിന്റെ കരമാണ് താങ്ങിയത്. ഒരു ചെറിയ പോറൽ കൊടുത്തു. എന്തിനു വേണ്ടിയാ? കൂടുതൽ അവന്റെ വചനത്തിലേക്ക് ആഴപ്പെടാൻ, അവന്റെ സ്നേഹത്തിലേക്ക് അടുക്കാൻ, ശക്തമായി, ധീരമായി, ധൈര്യമായി അവന്റെ സാക്ഷ്യം വഹിക്കാൻ. ഇതാ ജോസിനെ ആത്മാവ് ഉണർത്തുകയാ, ഉയർത്തുകയാ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നും ഈ കൈവക്കി പറയരുത്. ഹല്ലേലൂയ പറയേണ്ടവരല്ല നിങ്ങൾ. പിന്നെയോ കർത്താവിന് സാക്ഷ്യം വഹിക്കേണ്ടവരാണ് നിങ്ങൾ. സാക്ഷ്യം വഹിക്കേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരാളോടെങ്കിലും ഒരു ദിവസം ഒരു വചനം പറയാൻ എനിക്ക് നിങ്ങൾ കഴിയുന്നുണ്ടോ? വേണമെങ്കിൽ അത് ഉള്ളില് വചനം വേണം, ഉള്ളില് വചനം വേണം. അതാണ് ഈ വെളിപാടിന് പറയുക. മറ്റെന്ത് നമുക്കുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലേ, 253 മണി ജപമാല ദിവസവും മുട്ടുമേൽ നിന്ന് ചൊല്ലുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിദേശത്തും സ്വദേശത്തും ഒക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു, സൗദിയിലാണ് കൂട്ടായ്മയില്. രാവിലെ മുതൽ കൊന്തയാണ്, രാവിലെ മുതൽ കൊന്ത. ഒരു വചനം, ഈ കൊന്തയെ പറയുന്ന വചനമെങ്കിലും പുള്ളി പതിയുണ്ട്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. അല്ല, ആ ഒരു വചനമെങ്കിലും ഉള്ളിൽ പതി ബൈഹാർട്ടാക്കണ്ട, അത് ഉള്ളിൽ വരട്ടെ. എന്തുകൊണ്ടാ ഇതൊരു ചടങ്ങ് പോലെ ചൊല്ലി തീർത്തു പോകുന്നു. എന്നിട്ട് ജോലിക്ക് പോകുമ്പോഴും എന്തുണ്ടാവും കയ്യില്? ആ കൊന്തയുണ്ട്, കഴുത്തിലുണ്ട്, കയ്യിലുണ്ട്, ചുറ്റിക്കെട്ടിക്കൊണ്ട് എടുക്കുകയാണ്. ഇത് മതി. നോക്കിയേ, നിങ്ങള് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു അച്ഛൻ പറയാറുണ്ട്, പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോ കയ്യില് കൊണ്ട് ചുറ്റി കൊണ്ടുപോവുകയാണ്. പെണ്ണുങ്ങളുടെ ആണെങ്കിൽ ഒരു കയ്യില് കൊന്ത ചുറ്റിയേക്കണം, ഒരു കയ്യില് മൂക്കളൊക്കെ തൂത്ത് സാധനം കയ്യിലിരിക്കുന്നു. ഒരു ധ്യാനത്തിന് പുറത്താണ് കർച്ചീഫ് കയ്യിലിരിക്കുന്നു. എവിടെ പരിശുദ്ധ കുർബാന വെച്ചു കൊടുക്കും? കയ്യിൽ സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചാണ്. നാവിൽ സ്വീകരിക്കുന്ന സംബന്ധിച്ച് ഓക്കെ, കുഴപ്പമില്ല. പല അങ്കമാലി എറണാകുളത്തിലും പല ദേവാലയങ്ങളിലും കയ്യിലാണ് കുടിക്കുക. ഏതായാലും നമ്മുടെ കോതമംഗലം ദൂരത്തിലെല്ലാം നാവിലാണ് കുടിക്കുക. നോക്കി, നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോ നിങ്ങളുടെ കയ്യിൽ കൊന്തയുണ്ടാകരുത്. ദൈവത്തിന് അനിഷ്ടമാണത്. നീ സ്വീകരിക്കാൻ പോകുന്ന വ്യക്തിയാരാ? സർവശക്തനായ ദൈവത്തെ നീ സ്വീകരിക്കാൻ പോകുന്ന, അത്യുന്നതനായ ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ. കുരിശിന് മരിച്ചത് കൊന്തയാണോ, പദമാണോ? കുരിശിന് മരിച്ചത് ഏതെങ്കിലും വിശുദ്ധനാണോ? ആണോ? നിനക്ക് വേണ്ടി കുരിശിൽ പടഞ്ഞു മരിച്ചത് നിന്റെ കർത്താവല്ലേ? അതിന് നീ ഒന്നാം സ്ഥാനം കൊടുക്കുക, ആ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. എന്നിട്ട് മതി കൊന്തയും മറ്റുള്ളതൊക്കെ കയ്യിലും കഴുത്തിലും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ. ശക്തമായിട്ട് കർത്താവ് ദിവസം ബോധ്യമാണ്. കർത്താവിനെ എത്രയോ പ്രാവശ്യം ഞാൻ എന്ത് കുറുപ്പം പിടിച്ച മത്സരം കണ്ടിട്ടുണ്ട്. പരിസ്ഥിതി ഇതിന് മുമ്പ് 3-5 വർഷം മുമ്പ് പരിസ്ഥിതി കുർബാന എഴുതി വെച്ചേക്കുമ്പോ ഔസേപിതാവിന്റെ അടുത്തേക്ക് ഒറ്റ ഓട്ടാണ്. അപ്പുറം നിൽപ്പുന്നെങ്കിൽ വിശുദ്ധ ചേട്ടത്തിമാര് ഇവിടെ ഔസേപിതാവ് ഇരിക്കുന്നു. അവിടെ വന്ന് തൊട്ട് മുത്തി പോവാണ്. പരിശുദ്ധ കുർബാന അവിടെ ഇരിക്കുന്നു സെക്രട്ടറിയില്. ഒന്ന് കുമ്പിടാനോ കുനിയാനോ കഴിയാതെ ഇവരെന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? ഞാൻ പ്രിയപ്പെട്ട മക്കളെ ഓർത്തുകൊള്ളണം, കർത്താവാണ് നിനക്ക് വേണ്ടി മരിച്ചത്. ആ കർത്താവാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റിന് കടന്നു വരുന്നത്. നീ മുഖാഭിമുഖം കാണുന്ന കർത്താവിനെയാണ്. ഒരു വിശുദ്ധനും ഒരു വിശുദ്ധയും നിന്നെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. അവരുടെ റെക്കമെൻഡേഷൻ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ ആരും ധരിക്കുകയും വേണ്ട. അന്ത്യവിധിയിലെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ നിനക്ക് പവർ ഉണ്ടാകണമെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുമ്പോ മാറ്റമില്ലാത്ത അവന്റെ വചനം നിന്റെ ചങ്കിനകത്ത് നിറച്ച്, നിന്റെ ഉള്ളിൽ നിറച്ച് നീ അവന് സാക്ഷ്യം വഹിക്കും. അപ്പൊ നമുക്ക് ധൈര്യത്തോടു കൂടി അവന്റെ മുഖത്ത് നോക്കാൻ നമുക്ക് പറ്റും. കൊന്ത ചെല്ലണ്ടാന്നോ വിശുദ്ധർ വേണ്ടാന്നോ ഒന്നുമല്ല പറയുന്നത്. അതൊക്കെ 2-3 സ്ഥാനത്ത് വരണം. പരിശുദ്ധ കുർബാനയ്ക്ക് അത്ര വലിയ പ്രാധാന്യവും വിശുദ്ധിയും നമ്മൾ കൊടുക്കണം, ആദരവ് നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ കുർബാന്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുന്ന 5 മക്കളുണ്ട്. ഇതേപോലെ 5 മക്കളുണ്ടാവില്ലേ? 5 വരിക. അതിനെ വിമർശിക്കുന്നവരുണ്ട്. വിമർശനം എന്റെ ചെവിയിൽ വന്നിട്ട് ഇതേ പുള്ളി എന്തിനാ അത്രയും സമയം കൊടുക്കുന്ന ഒരാളുണ്ട്. ഏത് പുള്ളി? പുള്ളി എല്ലാവരെക്കാളും നിങ്ങളൊക്കെ കുമ്പിടുന്നുണ്ട്. പുള്ളി എല്ലാവരെക്കാളും കൂടുതൽ സമയം ഇങ്ങനെ കുമ്പിട്ട് കിടക്കുന്നുണ്ട്. എത്ര നാളുമില്ല ഇപ്പൊ ഒരു പോസ്റ്റ് പറഞ്ഞവനോട് കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, നിന്റെ അപ്പന്റെ മുമ്പിലല്ല കുമ്പിട്ടത്, ജോസിന്റെ അപ്പന്റെ മുമ്പിലാ കുമ്പിട്ടേന്ന് പറഞ്ഞു. ജോസിന്റെ അപ്പന്റെ മുമ്പിലാ കുമ്പിട്ട് കിടന്നേ. നിനക്കെന്താ പ്രശ്നം? ഹല്ലേലൂയ. അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. താങ്ക് യു ജീസസ്. വേറൊരു വാക്ക് പറയാണ്, കരങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉയർത്തി പിടിച്ച് കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. വീട്ടില് ഭയങ്കര അടിയാണ്. വീട്ടില് ഭയങ്കര അടിയാണ്. ഇതൊരു വേറൊരു കമന്റാണ്. എടാ, വിധിക്കുന്നവൻ കർത്താവാണ്. വിധിക്കുന്നവൻ കർത്താവാണ്. എനിക്കോ നിനക്കോ വിധിക്കാൻ ഹല്ലേലൂയ. പൊന്നു മക്കളെ, കർത്താവിന്റെ മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് കൊടുത്തേ. പൂർണ്ണമായിട്ട് കൊടുത്തേ. അത്ര മതി. അത്ര ചെയ്യണം. ഒരു സമർപ്പണം, എളിമയോടുള്ള ഒരു സമർപ്പണം, അത് മതിയെന്നേ. നമുക്ക് ഒത്തിരി പാണ്ഡിത്യമില്ല, അറിവില്ല, തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല, ഒത്തിരി വചനമൊന്നും അറിയില്ല. അറിയാവുന്ന കുറച്ച് വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിയുന്ന വിധത്തിലൊക്കെ ഒരു അരമണിക്കൂറെങ്കിലും ബൈബിൾ വായിച്ച് വചനം വായിച്ച് ഈ ഒരു അഭിഷേകത്തിൽ നമ്മളായിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. വേന കൊന്ത മറ്റത് മറിച്ചത് പിന്നെ വരുന്ന സംഭവങ്ങളൊക്കെ ചെയ്തു. ഇത് 1ാം സ്ഥാനത്തേക്ക് വരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് വചനം എന്താണ്? വചനം നമ്മളെ വിടുവിക്കുന്നു. വചനം നമ്മളെ സുഖപ്പെടുത്തുന്നു. വചനം ബന്ധനങ്ങളെ അഴിക്കുന്നു. സർവ സംഭവങ്ങളും വരുന്നത് എവിടെ നിന്നാ? അല്ലേ? ചോദിക്കട്ടെ, ഈശോ ഈ വചനം പറയാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പൈശാചിക ബന്ധനത്തെ വിടുവിച്ചാൽ കാണുന്നുണ്ടോ? ഒക്കെ വചനത്താലാണ്. അല്ലേ? മത്തായി 8:16 എന്താ പറയുന്നത്? സായാഹ്നമായപ്പോൾ അനേകം പിശാചുമാരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വചനത്താൽ അശുദ്ധാത്മാക്കളെ പുറത്താക്കി. എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു വചനത്താൽ. അതുകൊണ്ട് മക്കളെ ഓർത്തോ, വിടുവിക്കുന്ന വചനമാണ്, സുഖപ്പെടുത്തുന്ന വചനമാണ്, അനുഗ്രഹിക്കപ്പെടുന്നത് വചനത്താലാണ്. അല്ലാതെ ഒരു ധ്യാന ഗുരുവിന്റെ കഴിവല്ല, പ്രസംഗിക്കുന്നവന്റെ കഴിവല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ക്ലാസ്സിന് ആൻഡോബറിന്റെ ക്ലാസ് കിട്ടുമ്പോൾ നിങ്ങൾ കേട്ടായിരുന്നോ? ധ്യാനഗുരു കൊള്ളാം, ഭയങ്കര അഭിഷേകമുള്ളവനാണ്, ഭയങ്കര കൃപയുള്ളവനാണ്. കൃപയുടെ യഥാർത്ഥ മീനിങ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബില്. നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കേൾക്കാത്തത് കേട്ടോ. പിന്നെ നമ്മൾ പറയത്തില്ല, ഭയങ്കര അഭിഷേകം. കാരണം എന്താണ്? ഏറ്റവും വലിയ ഭാവിക്കാണ് ഏറ്റവും അധികം കൃപ വരും. അപ്പൊ നിൽക്കുന്നവൻ ആരാണ്? ഏറ്റവും വലിയ ഭാവിയാണ്. അത് വളരെ നന്നായിട്ട് സ്മൂത്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വചനം കേട്ടു. അപ്പൊ അതുകൊണ്ട് വചനമാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ഇപ്പൊ പാറ പോലെ ഇരുന്നാലും അതിനെ തകർക്കാൻ വചനത്തിന് സാധിക്കും.
ഇല്ലേ? ഇല്ലേ? കഴിയും. ഒരൊറ്റ വചനം മതി. ജെറമ്യാ 23:29. കണ്ടോ, പാറയെ തകർക്കുന്ന കൂടം പോലെയാണ് എന്റെ വചനം, കത്തിക്കുന്ന അഗ്നി പോലെയാണ് എന്റെ വചനം. ഇനിയിപ്പോ വചനം ചങ്കിനകത്തുണ്ടെങ്കിൽ മറ്റൊരു ഗുണമുണ്ട്. എന്താണ്? ദേശീയമേ, വചനം ചങ്കിനകത്തുണ്ടെങ്കിൽ പാപം ചെയ്യാൻ തോന്നത്തില്ല. പാപം ചെയ്യാൻ തോന്നത്തില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാ? നാവുകൊണ്ട്. വചനം ഉള്ളിലുണ്ടെങ്കിൽ നാവിന്റെ ദുരുപയോഗം വരത്തില്ല. വചനം ഉള്ളിലുള്ളവന്റെ നാവ് ജെറമ്യാ 15 നാവ് വിശദീകരിക്കപ്പെട്ടാൽ 15:19 വചനങ്ങൾ നിന്റെ ചങ്കിനകത്തുണ്ടെങ്കിലേ അത് ഉച്ചരിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും വായിച്ചത് സ്ക്രീനിൽ നോക്കിയിട്ട് വായിച്ചേ. എന്താ വചനം? കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എന്റെ ശരീരത്തെ പ്രസ്താവിക്കാം. വിലകണ്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെ ആകും. കർത്താവിന്റെ നാവ് എന്താ? ഉണ്ടാകട്ടെ എന്ന് ആ വചനത്താൽ സർവ്വതിനെയും സൃഷ്ടിച്ച നാവാണ്. വിശുദ്ധിയുള്ള നാവ്, ശക്തിയുള്ള നാവ്. അതുപോലെ നീ ആകും. വിലകെട്ടവ പറയുന്നില്ല, സത്വചനങ്ങൾ മാത്രം ഉച്ചരിച്ച. അത് ഉച്ചരിക്കണമെങ്കിൽ ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്, ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് അതിനും സംസാരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൽ വചനം ഉണ്ടാകണം, ചങ്കിനകത്ത് വചനം ഉണ്ടാകണം. മക്കളെ, ഇത്രയെങ്കിലും പറയുന്ന 10 വചനം നിങ്ങൾ പഠിക്കുക. എന്നിട്ട് സാക്ഷ്യം പറയുമ്പോ ഇവിടുന്ന് പറ, വിളിച്ചു പറ. 10 പേരുടെ മുമ്പിൽ നിങ്ങൾ വിളിച്ച് പറ, എഴുതി നിന്ന് പ്രൊക്ലെയിം ചെയ്യുക. നിങ്ങൾ പഠിച്ച വചനം നിങ്ങൾ പ്രഘോഷിക്കുക. അത് അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കുറച്ച് ആർഭാടങ്ങളും പാരമ്പര്യങ്ങളും കുറച്ച് ഭക്തകൃത്യങ്ങളും ഇതൊന്നുമല്ല. വചനത്താൽ നീ പടുത്തുയർത്തണം. വചനത്താൽ അഭിഷേകം നമുക്ക് കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അരമണിക്കൂറെങ്കിലും വചനം വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോ ഒരു 15 മിനിറ്റ് ജോലി ഒരു 15 മണിക്കൂർ ജോലിപ്പെടുന്നുണ്ട്. ഇങ്ങനെ വർഷങ്ങളായിട്ട് ആള് കർത്താവിന് വേണ്ടി ഓടിയെടുക്കുന്ന മകനാണ്. ആ ഓട്ടത്തിനിടയിലൊക്കെ ജീവിതം പോലും മറന്നുപോയി എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ ഏകസ്ഥനായി ഇങ്ങനെ നടക്കുകയും കേരളത്തിലെ ഏത് ധ്യാനത്തിനാലും ആളവിടെ ഉണ്ട്, മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. എന്തായാലും നമ്മുടെ കൂട്ടായ്മയിൽ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വന്നു അല്ലേ. ആള് പറയുന്ന ഈ കൂട്ടായ്മ ഒരു അത്ഭുതമാണെന്ന് പറയുന്നത്. ഈ കൂട്ടായ്മ ഒരു അത്ഭുതമാണ് എന്ന് പറയുന്നത്. ഇതുപോലെ ഉള്ള കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുന്ന മക്കൾ, സ്തുതിക്കുന്ന മക്കളൊന്നും കണ്ടിട്ടില്ല. തമ്പുരാൻ അത് ആത്മാവത് ചെയ്യിപ്പിക്കുകയും നമ്മളൊരു മനസ്സോടെ തമ്പുരാന്റെ മുമ്പിലായിരിക്കുമ്പോൾ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ആരാധിക്കുമ്പോൾ അവിടെ വലിയ വിടുതലും വലിയ അനുഗ്രഹങ്ങളും കർത്താവ് വർഷിക്കും. അത് അവന്റെ വാഗ്ദാനമാണെന്ന്. അതിന്റെ പുറകെ നമ്മൾ ഓടണ്ടെന്ന്, അതിന്റെ പുറകെ ഓടണ്ട. അത് നമ്മുടെ പുറകെ വന്നോളും ഇല്ലേ. മത്തായി 6:33 പറയുന്നേ, നിങ്ങൾ ഓടണ്ട. മതി, അന്വേഷിച്ച മതി, ബാക്കി അവൻ തരും, ചേർത്ത് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് സമൃദ്ധമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വചനം വായിക്കാൻ ഒരു അഭിഷേക കൃപ എല്ലാവർക്കും കർത്താവ് തരട്ടെ. ആദ്യം നമുക്കൊരു മടിയൊക്കെ ഉണ്ടാകാം, പക്ഷെ മത്സരം പിടിച്ച് മല്ല പിടിച്ചിരുന്ന് എന്ത് ചെയ്യണം? വായിക്കണം. ചിലപ്പോൾ ആദ്യം ഒരു അധ്യായം വായിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുള്ളൂ. മതി. നിങ്ങൾ പിറ്റേ ദിവസം 2 പാരഗ്രാഫ് ആക്കുക, പിന്നെ ഒരു അധ്യായം. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.